സങ്കീർത്തനങ്ങൾ 139:13 പ്രകാരം പറയുന്നുണ്ട്, ഹി സ്റ്റിച്ച്ഡ് ടുഗദർ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു ദ വൂംബ് ഓഫ് ദി മദർ. അവൻ തയ്യക്കാരനെ പോലെ തയ്ച്ച് മെനഞ്ഞ് 2 കോശം 4 ആവും, 8 ആവും, 16 ആവും, 32 ആവും, 64 ആവും, 128 ആവും, 256 ആവും, 512 ആവും. കമ്പ്യൂട്ടറിൻ്റെ MB പോലെ വളർന്നൊരു മത്തങ്ങ പോലെ വരത്തുള്ളൂ. പക്ഷെ ദൈവം തയ്ച്ചതുകൊണ്ടാണ് നല്ല മൂക്കും കണ്ണും ചെവിയും വിരലും എല്ലാം. ഞാൻ ഏകദേശം 55 പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. ഫീറ്റൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു ഡോക്ടറും കൂടിയാണ്. അപ്പം ഞങ്ങൾ ലെൻസ് വെച്ച് നോക്കുമ്പോൾ ഈ കണ്ണിൻ്റെ പീലി വരെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു നെല്ലിൻ്റെ വലുപ്പത്തിലാണ് കിഡ്നി വെച്ചിരിക്കുന്നത്. ഓരോ അവയവങ്ങളും അടുക്കി വെച്ചിരിക്കുന്ന കാണുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഹൃദയത്തിൻ്റെ വാൽവ് 1 മില്ലിമീറ്റർ വലിപ്പമേ ഉള്ളൂ. ഒരു മുട്ടയുടെ പുറത്ത് പാടയുടെ കനമേ ഉള്ളൂ. അത് മടങ്ങുകയും നൂരുകയും ചെയ്യുന്നത് നമ്മുടെ ആരുടെയും കഴിവല്ല. ഒരു കതവ് അടയണമെങ്കിൽ അതിന് 3-4 ഹിഞ്ചസ് ഉണ്ട്. പക്ഷേ ദൈവം തമ്പുരാൻ നിൻ്റെ വാൽവ് മടങ്ങുന്നതിനും നൂരുന്നതിനും 1 ഹിഞ്ചസും വെച്ചിട്ടില്ല. 2,10,000 പ്രാവശ്യം ഒരു ദിവസം ഒരു കുഞ്ഞിൻ്റെ ഹൃദയം പഠിക്കും. പക്ഷെ ആ വാൽവൊന്നും കയറിപ്പോകത്തില്ല. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പം കത്രികയില്ലെങ്കിൽ പേപ്പർ മടക്കിയിട്ട് 2-3 പ്രാവശ്യം അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് കയറിപ്പോകും. പക്ഷെ ഈ വാൽവ് കയറിപ്പോകത്തില്ല. കാരണം ആണിപ്പെടുത്തുള്ള ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് തയ്യക്കാരനെ പോലെ തയ്ച്ച് മെനഞ്ഞ് ഗർഭപാത്രത്തിൽ വെച്ചിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പേപ്പർ മടക്കിയിട്ട് നമ്മൾ ലൈറ്റത്ത് വെച്ച് ഇസ്തിരിപ്പെട്ടിയിട്ട് തേച്ചിട്ട് ലൈറ്റത്ത് നോക്കിയാലും ആ ലൈൻ അവിടെ കാണാം. പക്ഷെ ഞങ്ങൾ നോക്കിയാൽ ഈ മടങ്ങുന്ന സ്ഥലത്ത് ഒരു മടക്ക് പോലും കാണാൻ പറ്റത്തില്ല. ദൈവം എത്ര അത്ഭുതകരമായി സൃഷ്ടിച്ചിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനം 139:14 പറയുന്നത്, ബിക്കോസ് യു മെയ്ഡ് മീ മാർവലസ്ലി ആൻഡ് മിറക്ലസ്ലി യെറ്റ് ഐ വിൽ പ്രൈസ് മൈ ഗോഡ്.